അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. വ്രതശുദ്ധിയുടെ 30 നാളുകൾ പൂർത്തിയാക്കി ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ സാധിച്ചതിന്റെ ആത്മനിർവൃതിയിലാണ് ഒമാനിലെ വിശ്വാസി സമൂഹം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിലും ഈദ്ഗാഹുകളിലും മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസികളാണ് പങ്കെടുത്തത്. ഗാലയിൽ നടന്ന ഈദ് നമസ്കാരത്തിന് തൗഫീഖ് മമ്പാട് നേതൃത്വം നൽകി. ഫലസ്തീൻ ഉൾപ്പെടെയുള്ള ആഗോള പ്രശ്നങ്ങളിൽ ആശങ്ക പ്രകടമാക്കുന്നതായിരുന്നു ഈദ് പ്രഭാഷണം. ഗസയിലെ പൊരുതുന്ന മനുഷ്യർക്ക് വേണ്ടി ഈദ്ഗാഹുകളിൽ പ്രത്യേക പ്രാർത്ഥനയും നിർവഹിച്ചു. ലോകത്തിലെ മർദ്ദിത ജനങ്ങളെ ചേർത്തുപിടിക്കുന്നതാണ് പെരുന്നാളിന്റെ സുദിനമെന്ന് തൗഫീഖ് മമ്പാട് പറഞ്ഞു. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ പെരുന്നാൾ ഖുത്ബകളിലും പെരുന്നാൾ ആഘോഷങ്ങളിലും ഫലസ്തീനെയും ഗസയെയും ഓർക്കാതെ ഒരു പെരുന്നാൾ ആഘോഷം ഇന്നുണ്ടാവില്ല. അവരെ പ്രാർത്ഥന കൊണ്ട് ചേർത്ത് നിർത്താത്ത ഒരു പെരുന്നാളല്ല ഇന്നത്തെ പെരുന്നാൾ. ഗസയിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ബൈത്തുൽ മഖ്ദിസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഷഹീദുകളാക്കപ്പെട്ട അവിടുത്തെ പ്രയാസപ്പെടുന്ന മനുഷ്യരെ ചേർത്ത് വെക്കുന്ന ഒരു പെരുന്നാളിൻ്റെ സുദിനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. ഈദ്ഗാഹുകൾക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും സംഘാടകർ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. സ്ത്രീകൾക്ക് ആരാധന നിർവഹിക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കി. നല്ല പ്രസംഗവും അതുപോലെ തന്നെ എല്ലാവർക്കും കാണാനും ഈദാശംസകൾ പരസ്പരം കൈമാറാൻ നമുക്കുള്ള നല്ലൊരു അവസരമായിക്കൊണ്ടാണ് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് 4000, 5000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഈദ്ഗാഹാണ് ഗാലയിലെ ഈദ്ഗാഹ്. ഹസ്തദാനം നടത്തിയും പരസ്പരം ആലിംഗനം ചെയ്തും സൗഹൃദം പുതുക്കിയുമാണ് വിശ്വാസികൾ മടങ്ങിയത്. ഗൾഫ് മാധ്യമം, മസ്കത്ത്.